കല്യാണം കഴിഞ്ഞ പുതുമുടികൾക്ക് ഒരു വിരുന്ന് അത് നിർബന്ധ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കില്ലേ ഇങ്ങനെ ഒരു ചടങ്ങ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ തൃശ്ശൂരുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ വീട്ടിൽ നടന്ന കുറച്ച് ഒരുക്കങ്ങളും അതോടൊപ്പം നടന്ന വിരുന്നിന്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. പോവാ നമുക്ക്. ഞാൻ കയറട്ടെ കേട്ടോ. കയറിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ശ്രീയുടെ പിന്നിലിരിക്കുന്നത് ആദ്യമായിട്ട്. എന്നെ പോലെ തന്നെ ബൈക്ക് യാത്ര ഒരുപാട് ആസ്വദിക്കുന്നവരുണ്ടോ? എനിക്ക് കാറിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ബൈക്കാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് സൗകര്യം വെയിൽ കൊള്ളില്ല മഴ കൊള്ളില്ല എന്നൊക്കെ ഉള്ളത് കാറാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ചേർന്നിരുന്ന് പോകാൻ ഒരു റൊമാൻറ്റിക് ഫീൽ ആണല്ലേ. ഈ മരങ്ങളും അതുപോലെ തന്നെ കാടിൻ്റെ ഒരു പ്രതീതിയും വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ വീടിനോട് അടുത്തു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഐറ്റംസ് വാങ്ങിക്കൊണ്ടുവന്നു. ചെമ്മീൻ, ചാള, ബീഫ്, ലിവർ, പൂമീൻ, കിളിമീൻ ഒക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇവരെ വിളിക്കുമ്പോൾ ഇവരപ്പം പറയും, ചേച്ചി ദയവ് ഇത് ചിക്കനും ബീഫും ഒന്നും മേടിക്കല്ലേ എന്നാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു നാട്ടു നടപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബീഫ് അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പയറ് കുത്തിക്കാച്ചതും പരിപ്പ് കുത്തിക്കാച്ചതും ഒരു ഉണക്കമീനാണ് അവരുടെ ഫേവറേറ്റ് ഐറ്റംസ്. പൂമീൻ വറുത്തിട്ട് അത് ഇങ്ങനെ പൂമീൻ മാത്രം വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് ചോറിൽ കൂട്ടി ഇങ്ങനെ ഉരുളിയായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആയിരുന്നു പണ്ട്. നുറുക്കി കൊടുത്തു, ബീഫ് നുറുക്കി കൊടുത്തു, ലിവർ നുറുക്കി കൊടുത്തു. ഈ സാധനം പറഞ്ഞെങ്കിൽ നന്നാക്കി തന്നാല് ഞാൻ നന്നാക്കിയല്ലേ മേടിച്ചുകൊണ്ട് വരാറ്. നേരം പിന്നെ നമ്മള് നന്നാക്കുന്ന കൊടുത്ത നേരത്തിന്റെ ആ ഭാഗം സമയം മതി അവർക്ക് അതാ സമയത്ത് ഓർത്തില്ലേ. സത്യം പറയുകയാണെങ്കിൽ ഞാനും ഓർത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് നന്നാക്കി മേടിക്കായിരുന്നു. ഈ ചെമ്മീൻ നന്നാക്കലും പിന്നെ ഇത്ര അധികം ചാള നന്നാക്കലൊക്കെ ഇത്തിരി പണിപ്പെട്ട പരിപാടിയാണ്. എങ്കിലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു എന്താ പറയുക ആത്മവിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങി. അപ്പം നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത് ബീഫാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ കുക്കറിൽ ഒരു 4 വിസിൽ 5 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വരും കേട്ടോ. നമ്മൾ ഇന്നിങ്ങനെ ഒരു ഒഴുക്കിനാണ് കേട്ടോ നമ്മുടെ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യുന്നത്. ആ ചെയ്തു പോയ ആ ഒരു ഒഴുക്കിനെ അമ്മ വരാതെ പറഞ്ഞിട്ടുണ്ട്. അമ്മ വരുമ്പോഴേക്കും എല്ലാ പരിപാടികളും തീർത്ത് വെക്കണം എന്നുള്ള ഒരു ഇന്റൻഷനാണ് ഉള്ളത്. അതാണ് ഈ തിരക്കിട്ട് ചെയ്യുന്നത് കേട്ടോ. പണ്ട് നമ്മുടെ സ്റ്റോറി ടെല്ലും കുക്ക് എഫ്എം ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ ജോലികൾ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ അതിന് ഭയങ്കര അഡിക്റ്റായി. നമ്മൾ ആ കഥകൾ കേൾക്കുമ്പോഴേക്കും കൂടുതലും അതിനോട് ഇങ്ങനെ ഇഴുകി ചേർന്ന് എന്തെങ്കിലും വിട്ടുപോയ ഭാഗം വരുമ്പോൾ റിവൈൻഡ് അടിച്ച് വീണ്ടും കേട്ട് ഒരുപാട് സമയം എൻ്റെ അങ്ങനെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ആ ഒരു പരിപാടി നിർത്തിവെച്ചത്. കഥകൾ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സമയം ഉണ്ടാക്കി ചെയ്യാണ് ഇപ്പോൾ പതിവ് കേട്ടോ. വൈകുന്നേരം കിടക്കുന്ന നേരത്തൊക്കെ 1 മണിക്കൂറൊക്കെ കേട്ട് അങ്ങനെ
രണ്ടും ഇല്ലാത്ത അവസ്ഥയിലെത്തണ്ടല്ലോ. ചിലപ്പോൾ ചില കഥകൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല പണിയുടെ ഇടയിൽ കേട്ടിട്ട്. ചില സമയത്ത് നമ്മൾ എന്താ പറയാ പണികൾ നടക്കില്ലേ കഥ കേട്ടിട്ട്. അപ്പൊ രണ്ടും ഇല്ലാത്ത അവസ്ഥ വരണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തൊരു പുതിയ തീരുമാനമാണ് പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പണികൾ മാത്രം ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുഞ്ഞേ കുക്കറിൽ ലിവറാണ് നമ്മൾ ഇനി വേവിക്കാൻ പോണത് കേട്ടോ. അത് കഴുകി നമ്മൾ ഇതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിൽ സാധാരണ പോലെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഉപ്പും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. പണ്ടൊക്കെ എനിക്ക് പിന്നെ പതിവ് പോലെ നമ്മുടെ ആശ ഉണ്ട് അവിടെ മുളക് പച്ചമുളക് ഉണ്ട്. പണ്ടൊക്കെ എനിക്ക് ഈ ഒരു ഇറച്ചിയും മീനും ഈ ലിവറൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കിങ്ങൊക്കെ തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ടും പിന്നെന്താ കഴിക്കാനുള്ള ഭക്ഷണമല്ലേ എന്നൊക്കെ ചില ഇങ്ങനെ എപ്പോഴും നമ്മുടെ സ്വഭാവം 5 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും അത്രേ. അപ്പോൾ ആ മാറ്റത്തിൽ ഈ ഒരു മാറ്റവും ഇൻക്ലൂഡ് ആയിട്ടാ. ഇപ്പം എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല ഒന്നും കൈ കൊണ്ട് പിടിക്കാൻ. ഞാൻ പുറത്തേക്ക് പോണില്ല കേട്ടോ. കാരണം പുറത്ത് നമുക്ക് നിന്ന് നന്നാക്കണം. ഇത്ര അധികം മീൻ നിന്ന് നന്നാക്കുമ്പോൾ ഞാൻ വയ്യാണ്ടാവും. ആദ്യം ഭാഗ്യനോട് പുറത്തേക്ക് ഇറങ്ങിയത് ഭയങ്കര വെയിലാന്ന് പറഞ്ഞപ്പോൾ നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അകത്തന്നെ നിന്ന് നമുക്ക് നന്നാക്കാമെന്ന് വിചാരിച്ചു. പതുക്കെ നന്നാക്കിയെടുക്കാൻ. എനിക്ക് ഇഷ്ടമല്ല അടുക്കളയിൽ നിന്ന് മീൻ നന്നാക്കാൻ. പക്ഷേ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ആവും. എനിക്കാണെങ്കിൽ കുറച്ച് യൂറിനറി ഇൻഫെക്ഷൻ പ്രോബ്ലംസ് ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് പുറത്തായിരുന്ന പരിപാടി, നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിലായിരുന്ന പരിപാടി. നന്നായിട്ട് വെയിൽ കൊണ്ടു. അങ്ങനെ ഡീഹൈഡ്രേഷനായി നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയപ്പോൾ. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടി. അപ്പോൾ ഭാഗ്യം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമുക്ക് കള്ളത്തരം ചെയ്യാനാണെങ്കിൽ പുറത്തിറങ്ങി നിന്ന് നമുക്ക് മീൻ നന്നാക്കാം. പക്ഷെ വീഡിയോ വരുമ്പോൾ എന്ത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടേണ്ടി വരില്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. പിന്നെ നമ്മൾ കള്ളത്തരം ചെയ്തതാവില്ലേ. പിന്നെ നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്ത് ഞാൻ സെറ്റായിട്ടാ. അങ്ങനെ നമ്മുടെ പൂമീനാണത്. ഇവിടെ കിളിമീൻ, പൂമീൻ, പൊയ്യാപ്പിള എങ്ങനെ നാട്ടിൽ പറയാ ഈ മീനെ? ഇവിടെ ഈ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിന്റെ ചെറുതാണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇന്ന് ഇത്തിരി വലുത് കണ്ടപ്പോൾ ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അത്ര. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഭാഗ്യനെ ഉച്ചയ്ക്ക് ഇതൊന്നും ആക്കി കൊടുക്കാന്ന് ആഗ്രഹം പറഞ്ഞതല്ലേ. അപ്പൊ ആ ഇവിടുത്തെ തലഭാഗങ്ങളുടെ ഒക്കെ ഉടമസ്ഥ നമ്മുടെ മണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ചെതമ്പല് കളയാൻ നല്ല പാടാ. വീടിന്റെ അകത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ സാധാരണ കുഞ്ഞൊരു മാരിനേഷനാണ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതലിടുന്നു മാത്രം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളും കുറച്ച് കറി മസാലയും കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലും വെള്ളത്തിലും ചാലിച്ചെടുത്ത് നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ മാറ്റി വയ്ക്കുക. പണ്ട് ഈ മീനൊക്കെ നന്നാക്കാൻ അറിയാത്ത കാലഘട്ടങ്ങളിലേ ഇളയമൊക്കെയാണ് മീനൊക്കെ നന്നാക്കാനായിട്ട് പഠിപ്പിച്ചൊക്കെ തന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ എന്തുമാത്രം മാറിയല്ലേ ജീവിതം, നമ്മൾ എന്തുമാത്രം മാറ്റിയെടുത്തേന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുക. ലിവർ പെട്ടെന്ന് തന്നെ വേവൂട്ടാ. അതൊരു 2-3 വിസിലിൽ വെന്ത് വന്നു. 4-5 വിസിലടിച്ചിട്ടും നമ്മുടെ ഈ ഒരു ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു 1-2 വിസിലും കൂടി അടിക്കട്ടെ എന്ന് വിചാരിച്ചു. ചെമ്മീനൊക്കെ നന്നാക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ ചേച്ചിമാരാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞു പോയ തലമുറയിലത്തെ ചേച്ചിമാരില്ലേ, ചേച്ചിമാരാണ് അടിപൊളിയായിട്ട് മീൻ നന്നാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത്. പിന്നെ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അതിൻ്റേതായ അഭിപ്രായം പറയുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ള കാരണം കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മുടെ കുക്കിംഗ് സ്കില്ല് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സവോള എടുത്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇത് എനിക്ക് തോന്നുന്നു ബീഫിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലിവറിലേക്കോ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കാറുള്ളത്. ശ്രീകുട്ടൻ്റെ കരങ്ങളാണത്. ശ്രീകുട്ടന് ഈ ചോപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആളപ്പോടി വരും. പോയത് പള്ളി അതിനൊത്തിരി പിള്ളേരിന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. LKG വിടുന്ന ഒരു മട്ടാവും തോന്നുന്നു. എപ്പോഴും കൂടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എന്താ പറയുക ബീഫ് വയ്ക്കാം കേട്ടോ. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവോളയും കൂടി ഇട്ടിട്ടാണ് ചോപ്പർ റൂട്ടനിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വഴളണം കേട്ടോ. നമ്മുടെ കറികൾ കുറച്ച് അധികം ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. ശ്രീകുട്ടൻ ഓടിപ്പോയിട്ട് നമ്മുടെ
വേപ്പിൻ്റെ ഇല പൊട്ടിച്ചുകൊണ്ട് വന്നു. ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ശ്രീകുട്ടാന്ന് വിളിക്കുമ്പോഴേക്കും ആള് വേപ്പിലയായിട്ട് വന്നിട്ടുണ്ടാവും. ആൾക്കറിയാം ഒന്നില്ലെങ്കിൽ വേപ്പില പൊട്ടിക്കാനോ അല്ലെങ്കിൽ പച്ചമുളക് പൊട്ടിക്കാനാണോ അമ്മ വിളിക്കുന്നുണ്ടാവുകയെന്ന്. പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ അതാ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ എപ്പോഴും പറയുന്ന പരാതിയാണ്, മുട്ടുമ്പോഴാണ് പറമ്പന്വേഷിക്കുള്ളൂ എന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഈ ചൊല്ല്? അതായത് എല്ലാം കഴിഞ്ഞ് ആവശ്യം നേരത്തില്ലേ, ആ നേരത്താണ് ഞാൻ ഇത് ഉണ്ടോയെന്ന് അന്വേഷിക്കുള്ളൂ എന്നുള്ള സ്വഭാവം എനിക്കുണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ വിചാരിക്കാറ് കേട്ടോ, ഞാനൊക്കെ എത്രയും ബെറ്ററാണ്, എന്നേക്കാളും ആവശ്യതയുള്ളവരുണ്ടോ നമ്മുടെ ഫാമിലിയിൽ. അപ്പം ഞാൻ കുറച്ചധികം പൊടിച്ചു വെക്കും കേട്ടോ. എന്നാലും അത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ കഴിഞ്ഞ ആ നേരത്തെ അന്വേഷിച്ച് ഓടിച്ചല്ലുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളകാണ് പൊടിച്ചിട്ടുണ്ടായിരുന്നത്. ചൂടാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വർഷക്കാലമാണെങ്കിൽ പൂക്കും. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടാണ് അത് എടുക്കുക. അപ്പോൾ ഞാനതിൽ ഗരം മസാല ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ നാടൻ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ കൈക്കണക്കാണ്, അതായത് ഹാൻഡ് മെഷർമെൻ്റ് ആണ് എല്ലാതും, ഒരു കൈ അളവിലാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സോയാ സോസും ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഞാൻ ഇടുന്നില്ല, നമുക്ക് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാൻ ബി ഉണ്ടായിരുന്നു, നമുക്ക് ചോറ് മാത്രം ആക്കണ്ട, പൊറോട്ട മേടിക്കാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇത്തിരി ചാറോടെ കൂടി ഇരിക്കട്ടെ എന്ന്. അപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിരുന്ന് വിളിക്കുന്ന ടീംസിൻ്റെ അമ്മയാണ് ഇത് ഇരിക്കുന്നത്, നമ്മുടെ ഇളയമ്മയാണ് എനിക്ക് പയറൊക്കെ നന്നാക്കി തന്നത് കേട്ടോ. പയർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ്. അപ്പോൾ ഇത് മുഴുവൻ മോളെ കൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഓടി വന്ന് പയറൊക്കെ നന്നാക്കി തന്നു. നമ്മുടെ തോട്ടത്തിലത്തെ പയറാണ് ഇളയമ്മ നന്നാക്കി തന്നു. പക്ഷേ ഒട്ടും ഇതില്ല എന്നാ പറയുന്ന ഇളയമ്മ, മണിയില്ല. വള്ളിപ്പയർ പോലെ ഉച്ചയ്ക്ക് ഭാഗ്യന് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നമ്മുടെ പൂമീൻ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ ചോറിൽ ഇങ്ങനെ പൊടിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കരളുണ്ടല്ലോ, എന്താടാ അതിന് പറയുക, ലിവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഇട്ട അതേ ഇൻഗ്രീഡിയൻസ്, ചെറുള്ളി, പച്ചമുളക്, പിന്നെ സവാള, പിന്നെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നീ സംഭവങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ തന്നെ വഴണ്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പീസസ് ഉണ്ടല്ലോ, ഇതിന് എന്താ പറയാതെ ലിവർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സംഭവം റെഡി ആട്ടാ. ഒരു കത്തി ഉണ്ടെങ്കിൽ അടുക്കളയിൽ വേറെ ഒന്നും ഒരു സംഭവങ്ങളും ഒരു യൂട്ടൻസിൽസും വേണ്ട എന്നുള്ള ഒരാളാണ് ഞാൻ. ഭാഗ്യം എപ്പോഴും പറയുന്നത്, ഈ കത്തി ഉണ്ടെങ്കിൽ എല്ലാ പരിപാടികളും കഴിയുമ്പോൾ ആളുണ്ടെന്ന്. ഈ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും കത്തി ഉപയോഗിക്കുക. പപ്പടം കാച്ചാനും ഞാൻ കത്തി തന്നെയാണ് ഉപയോഗിക്കുക കേട്ടാ. ചേച്ചിമാരെപ്പോഴും പറയും ഒരു കയ്യിലെടുത്തുകൂടെ മോളെ ചോദിക്കും. കയ്യിൽ മീൻസ് നമ്മുടെ ഇവിടെ തവീനെയാണ് നമ്മളിവിടെ കയ്യിൽ എന്ന് പറയാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മുകളിക്കൂടെ വിതറി അടിപൊളി നമ്മുടെ ലിവർ ഫ്രൈ റെഡി. അങ്ങനെ നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ പോവാം. ഇവിടുത്തെ കാറ്റാട് കാറ്റ് കാട് കാണുമ്പോൾ എനിക്ക് നിങ്ങളെ പോലെ തന്നെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ മാത്രമേ ഞാൻ ഈ കാട് കാണാറുള്ളൂ. അപ്പം നമ്മളിവിടെ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് മൂവാണ്ടന്മ നിറച്ച് മാങ്ങയുണ്ട്. അപ്പം അതിൽ നിന്ന് ഇട്ടിട്ട് നമുക്ക് ചെമ്മീൻ മാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി മാങ്ങിയിട്ട ചെമ്മീൻ കറി, അതും പാലൊഴിച്ചത്. സെറ്റാണല്ലേ നമ്മുടെ കാട്. ആ കാണുന്നതാണ് നമ്മുടെ ഡെൽസി ആൻറ്റിയുടെ വീട്, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇളയമേരുടെ വീട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാലൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് പൊളിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ ഒക്കെ പൊടിച്ച് വന്നു. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ ചെത്തി കൂട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ കുടംപുളി ഇല്ലാത്ത കാര്യം. കുടംപുളി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുടംപുളി മുഴുവൻ നമ്മൾ വിൽക്കാനായിട്ട് കടയിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് തീർന്നു കേട്ടോ. നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഇവിടെ എല്ലാ വീടുകളിലും കുടംപുളി ഉണ്ടാവും. ഇളയമ്മമാരുടെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഡെൽസി ആൻറ്റിയുടെ അടുത്ത് പോയാലോ കിട്ടും. അപ്പോൾ ഡെൽസി ആൻറ്റി നമുക്ക് 3-4 അല്ലി കുടംപുളി തന്ന് സ്പോൺസർ ചെയ്ത് നമ്മുടെ ആ ദിവസത്തെ സുഗമമായി പോവാൻ സഹായിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുടംപുളി ഇട്ടിട്ടുണ്ട്, മാങ്ങ ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, പതിവ് പോലെ തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ശ്രീകുട്ടൻ്റെ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീകുട്ടനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട്, കൈമുറിയുടെ മോനേന്ന്. പക്ഷേ എൻ്റെ വഴക്ക് കേട്ടായിരുന്നു. അപ്പോൾ ആ വഴക്ക് കേൾക്കുമ്പോൾ ഇത്തിരി
ഇത്തിരി സ്നേഹം കൂടുതലുണ്ട് ആൾക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എന്നെ സഹായിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൽ നമ്മൾ മുളക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഡാർക്ക് കളറിലിരിക്കുന്നത്. പിന്നെ ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവർക്ക് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പാണ് ചെയ്യുക. ഞാൻ കൈ കൊണ്ട് തിരുമിയില്ല. എനിക്ക് പച്ചമുളക് ഇത്തിരി പ്രശ്നക്കാരനാണ്. നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ പുകയും. അപ്പം നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാം പാലിൽ ഇതിനെ വേവിച്ചെടുത്തിട്ട് ഒന്നാം പാൽ ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുക ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഒന്നാം പാൽ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്, മാറ്റി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് രണ്ടാം പാലിൽ നമ്മൾ ഇതുപോലെ അതിനെ വേവിച്ചെടുക്കും. എന്തോരം ചാറ് നമുക്ക് വേണോ അത്രയും ചാറ് നമ്മൾ രണ്ടാം പാലാക്കിയിട്ടാണ് കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് വെന്ത് വരും കഷ്ണങ്ങൾ. അതിനുള്ള ചാറ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി കലക്കിയായിരുന്നു. വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, ഇഞ്ചിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇഞ്ചി മാത്രമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായില്ലേ, അപ്പോൾ പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആ മുളകും പൊടി നമ്മുടെ കോർണറിൽ നമ്മൾ കുറച്ച് ദിവസം ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടില്ലേ, മുളക് പൊടിയല്ലടാ മുളക്. അപ്പോൾ ആ മുളക് അവിടെ ഉണ്ടായതാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള മുളകായിരുന്നു, ക്യാപ്സിക്കം പോലത്തെ മുളക്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് ഞാൻ അരിഞ്ഞിട്ടിട്ടില്ല, അവിടെ വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു 3 മിനിറ്റ് തൊട്ട് 4 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ സെറ്റായിട്ട് കിട്ടും. പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടന് ഈ ചെമ്മീൻ കറിയേക്കാളൊക്കെ ഇഷ്ടം നല്ല ഫ്രൈ ആണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അമ്മയും കുഞ്ഞിനൊക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ചെമ്മീൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാള മത്തിയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു മീൻ കേട്ടോ. ഇവിടെ ശ്രീകുട്ടനായാലും ഇപ്പോൾ വരുന്ന പിള്ളേർ അനിയന്മാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് മത്തി വറുത്തത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ മത്തി മേടിച്ചത്. കാര്യം ഇവനൊരു വലിയ വിരുന്നിനൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു വായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചിയല്ലേ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇവനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഭവത്തിൽ കേട്ടോ. സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടുക. എന്നിട്ട് ഇതുപോലെ വേപ്പിൻ്റെ ഇല വെച്ചിട്ട് ഇവനെ നന്നായിട്ട് വറുത്തെടുക്കുക. ഈ ചാളയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം സ്മെല്ലുണ്ടാവും. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും വായിലും ഒക്കെ ആ സ്മെല്ലുണ്ടാവും. അതൊക്കെ കഴുകി കളഞ്ഞാൽ പോലോ. മാത്രമല്ല ഇവൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അത് കാരണം കൊണ്ട് ഞാനും ശ്രീകുട്ടന് കിട്ടുമ്പോഴൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം എല്ലാ മീനേക്കാളും വില മത്തിക്കാണ് കേട്ടോ. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഇത് മേടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഇത് ഊഹിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഒന്നാം പാല് നമ്മൾ ഒഴിച്ചതാണ് കേട്ടോ. അതിൽ ഒന്നാം പാലാണ് ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഉള്ളിയും അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അതായത് നമ്മൾ താളിക്കില്ലേ അത്. അപ്പം നല്ല കട്ടിയുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടാ. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പുളി കൂടണ്ടെന്ന് വെച്ചിട്ട് കുടംപുളി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചാറ് കറി കേട്ടോ. അപ്പോൾ സെറ്റായില്ലേ. ഇപ്പോൾ ചാറായി. പിന്നെ ഉപ്പേരിക്ക് നമ്മൾ പയറാക്കിയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും കത്തി കൊണ്ട് മറച്ചിടുന്നു. കമൻറ്റ് വരണ്ട. എനിക്കിതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഇളകി പോകാൻ കാരണമാവും കേട്ടോ, അങ്ങനെ ഇട്ട് കുത്തുമ്പോഴേ. അപ്പോൾ അത് നിങ്ങൾ ശീലാക്കണ്ട, നമ്മൾ എന്തായാലും ശീലമായി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ നമ്മുടെ പയർ ഒരു കുക്കർ നിറയെ പയറുണ്ടായിരുന്നു കേട്ടോ. പയറുപ്പേരി ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. പിന്നെ ഈ മണിയുള്ള പയറാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ പുഴുവൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി അതിൽ കുറച്ച് പച്ചമുളകും ഉപ്പിട്ടിട്ട് അതൊരു ഒറ്റ വിസിൽ, ആ വിസിൽ നമ്മൾ റിലീസ് ചെയ്ത് കളയും വേണം. അവരുടെ കയ്യില് പത്തിരി പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉണ്ട്. ചപ്പാത്തി അല്ല, പൂരി ഉണ്ടാക്കാണ്. ഗോലി സോഡ എൻ്റെ സ്വർഗ്ഗലോകത്തിരിക്കുകയാണ് അമ്മയും കുഞ്ഞനൊക്കെ. ഏട്ടായും ചേച്ചി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർ വന്നാൽ പിന്നെ വേറൊരു വൈബാണ്. അങ്ങനെ നമ്മൾ അച്ഛൻ വന്നിട്ടില്ല. അച്ഛന് വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അമ്മ ഭാഗ്യൻ്റെ കൂടെ, നമ്മുടെ കടയിലാണല്ലോ അമ്മ, അപ്പോൾ ഭാഗ്യൻ്റെ കൂടെ പോകുന്നതാ അമ്മ. അപ്പോൾ ഭാഗ്യം കടയിൽ പോയപ്പോഴേ അപ്പോൾ ഞാൻ ആ ചെമ്മീനൊന്ന് വറുത്തെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറുണ്ടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നപ്പോൾ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒല്ലൂരിൽ നിന്നാണ് നൂൽ പൊറോട്ട കിട്ടുന്നത്. അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ് നൂൽ പൊറോട്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചു. നമുക്ക് ചെമ്മീൻ കറി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബീഫ് ആയിട്ടുണ്ടായിരുന്നു, ലിവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വെക്കാനുള്ളത് പയറുപ്പേരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്
പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഇരുന്നു, പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയ്ക്ക് വന്നു. നമ്മുടെ തൃശ്ശൂർ ഇവിടെ നമ്മൾ കുത്തിക്കാച്ചുന്ന ഒരു പരിപാടിയാണ് ചെയ്യുക. കുത്തിക്കാച്ചെന്ന് പറയുമ്പോൾ വെള്ളം പോലെ എന്നുള്ള അർത്ഥമില്ല കേട്ടോ. നമ്മുടെ വീടിന്റെ അവിടെ ഒന്നും വെള്ളം പോലെ ഇരിക്കണമെന്നൊന്നുമില്ല. പയർ കുത്തിക്കാച്ചാന്ന് തന്നെ പറയാം. അതായത് കുത്തുമുളക് ഇടണ എല്ലാം നമുക്ക് കുത്തിക്കാച്ചലാണ്. ഉള്ളിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കുത്തുമുളക് ഇട്ടിട്ട് വേവിച്ച് വെച്ച പയറിട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെച്ച അടിപൊളിയാണ്. ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ച് തരുന്നുണ്ട്, പിന്നെ ഉപ്പിടണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല അടിച്ച പൊറോട്ട വന്നിരിക്കുന്നത്. അത് നമ്മളൊരു 10-30 മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-25-30 ആൾക്കാണ് ഫുഡ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട്. പയറുപ്പേരി, മീൻ വറുത്തത്, ബീഫ് ഫ്രൈ, ലിവർ, അതുപോലെ തന്നെ മീൻ, പിന്നെ എന്തായിരുന്നു അച്ചാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ രഘുവേട്ടൻ വന്നപ്പോൾ രഘുവേട്ടനും ഫുഡ് കൊടുത്തു. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതിവ് പോലെ തന്നെ എന്താ, വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് നമ്മുടെ വീടൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനെപ്പോഴും എന്നോടിപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയേ, ഇതിൻ്റെ ഉള്ളിലാണ് നീ ഇത്രയധികം പണികൾ ചെയ്യുന്നത്. ഞാൻ സ്വയം പൊക്കി പറഞ്ഞതാന്ന് പറയും നിങ്ങൾ ഇനി. അങ്ങനെയല്ല, ഈ കിച്ചൺ പണികളൊക്കെ കഴിയുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കിയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത അത്രയും വൃത്തിയിൽ കിടക്കണം അത്ര നമ്മുടെ കിച്ചൺ. അതാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റീവ്നെസ്സും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വീഡിയോ വായിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോസിറ്റീവ്നെസ് ധാരാളമായിട്ട് വർദ്ധിച്ചോട്ടെ, നമുക്ക് ഇവിടേക്ക് ഒന്ന് സെറ്റാക്കാന്ന്. ഇത്ര സ്പീഡൊന്നും ഇല്ല, പതുക്കെയാണ് ചെയ്യുക. 1-2 മണിക്കൂർ വേണം നമുക്ക് ഈ ഒരു വൈറ്റ് ടോപ്പ് ആയ കാരണം കൊണ്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അപ്പം നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുന്ന കാരണം കൊണ്ട് കുറച്ച് സിമ്പിളാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയിട്ട്, അപ്പോൾ പതുക്കെ ഭാഗ്യം നമ്മുടെ കൃഷ്ണൻ്റെ കടയിൽ നിന്ന് മേടിച്ച് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാത്രത്തിലാക്കി തട്ടിക്കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയുക കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെപ്പും കൂടിയൊക്കെ ഒരു വശത്തേക്കായിരുന്നു. ഇളമേരുടെ അടുത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ കിച്ചണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കിച്ചണിലായിരുന്നു നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ആരും ഇല്ല കേട്ടോ. നമ്മുടെ അനിയത്തിക്കുട്ടി വിസ്മയ മാത്രമാണ് കാണാത്തതുള്ളൂ. അപ്പോൾ എന്നാലും ഒരു ഗസ്റ്റ്, നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വൃത്തിയായി കിടക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്നൊരു അപ്രിസിയേഷനാണ്. അത് നമ്മുടെ മാത്രം സ്വന്തമായിട്ടുള്ള അപ്രിസിയേഷനാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ശ്രീകുട്ടനും കുഞ്ഞനും കൂടി ഇരുന്നിട്ട് ഊനോ കാർഡ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഡെൽസി ആൻറ്റി വിളിച്ച് പറഞ്ഞത് നമ്മുടെ തോട്ടത്തിൽ പശു കയറിയെന്ന്. അപ്പൊ പശുവിനെ ഓടിപ്പിക്കാൻ പോയിട്ട് വരാം നമുക്ക്. ആ ഓടുന്ന ആളാണ് കേട്ടോ അനിയൻ. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമായി. അത് ഞാനോണ്ടാണ് അത് എഡിറ്റ് ചെയ്യേണ്ട അങ്ങനെ തന്നെ ഇട്ടത് കേട്ടോ. കുറെ നാൾ കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു കൊടുത്തിരിക്കാലോ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മീനെ പിടിക്കാൻ. വീടിന്റെ അപ്പുറത്ത് കുഞ്ഞൊരു കുളമുണ്ട്. കുളമല്ല, ഒരു കിണർ. ആ കിണറിൽ ഭാഗ്യന് ഒരു 10-15 നാടൻ മുഷീനിയോ അങ്ങനെ എന്തോ സാധനത്തിനെ പിടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നാടൻ മീനുകളെ കഴിക്കില്ല, നമുക്ക് ഈ ചാള മാത്രമേ പറ്റുള്ളൂ കേട്ടാ. അപ്പോൾ അതിനെ പിടിക്കാനുള്ള പുറപ്പാടിലാണ് ശ്രീകുട്ടൻ്റെ. കണ്ടുപിടിച്ച് നോക്കിയിട്ട് കേട്ടോ ശ്രീകുട്ടൻ. അപ്പോൾ അതിനെ പിടിക്കാനുള്ള തിരക്കിലാണ് അനിയനും ചേട്ടനും കൂടിയിട്ട്. പനിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു വലിയ ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഇവിടെ ചൂണ്ട, നമുക്കിവിടെ കുറച്ച് പാടവും തോടും കുത്തുമൊക്കെ ഉള്ള കാരണം കൊണ്ട് അവൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ആ ചൂണ്ട. അപ്പം അതിലാണ് ഈ മീനെ പിടിക്കാൻ പോകുന്നത്. ഇവർക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ ഭാഗ്യനും ഇവിടെ പിള്ളേർക്ക്, അതായത് അനിയന്മാർക്ക് എല്ലാവർക്കും, ഭാഗ്യനാണ് ഏറ്റവും മൂത്തത് കേട്ടോ. ഭാഗ്യനേക്കാളും മൂത്തത് ഒരു ചേട്ടനുണ്ട്, രാജേഷ് ചേട്ടൻ കഴിഞ്ഞ് പിന്നെ ഭാഗ്യൻ. അങ്ങനെയാണ് ഇവരൊരു ഓർഡർ വരുന്നത്. അപ്പം അനിയന്മാരാണ് കൂടുതലുള്ളത്. ഇവർക്ക് ഈ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ മക്കളെ അയ്യോ ഹരമാണടാ, ഹരം. എല്ലാം കൂടി പോകണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായിട്ട് മീൻ പിടിക്കാൻ. അപ്പോൾ അവരവിടെ മീൻ പിടിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്കിയുള്ള അടിപ്പ് തുടപ്പൊക്കെ കഴിക്കാമെന്ന്. സന്ധ്യ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് എനിക്കൊന്ന് അടിച്ചു വാരിയൊക്കെ തന്നു. ഞാനപ്പോൾ ഒന്ന് അടിച്ചൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ വീടൊക്കെ സെറ്റായിട്ടുണ്ട്. ആ വൃത്തിയായതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കട്ടെ മീൻ പിടിച്ച ആൾക്കാർ വന്നൂട്ടാ. അതെ
മീനൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന സാധനമായ കാരണം കൊണ്ടേ നമുക്ക് ഇതിനെ തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവര് എനിക്ക് വൃത്തിയാക്കി തന്നു കേട്ടാ. തൊലിയൊക്കെ പൊളിച്ച് സെറ്റാക്കി തന്നു. പിന്നെ കഴുകിയത് അമ്മയാണ്. അമ്മ കഴുകിയൊക്കെ തന്നു, കഴുകി വൃത്തിയാക്കി. കാട്ടിക്കുള്ള ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ. മണി കാത്തുക്കുന്നുണ്ട്. ഇതിന്റെ തലഭാഗം ഇളയമ്മ കൊണ്ടുപോയി, അതായത് സ്വർണ്ണയുടെ അമ്മ കൊണ്ടുപോയി അവിടെ കറി വെക്കാന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളത് നമ്മൾ ഉപ്പുമുളകും പുരട്ടാൻ പോവാണ് കേട്ടാ. നല്ല ചോന്ന് നല്ല ഫ്രഷ് മീനെ നമുക്ക് ഇങ്ങനെ നേട്ടാ കിട്ടുള്ളൂ. അത്രയും ഫ്രഷ് ആയിട്ട് പല ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ചിലവർക്കൊന്നും ഇഷ്ടമല്ല. അച്ഛന് നല്ല ഇഷ്ടമാണ്, ഭാഗ്യന് നല്ല ഇഷ്ടമാണ്, സിജുമോന് ഇഷ്ടമുണ്ടാവുമെന്ന് അറിയില്ല. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനത്തെ മീൻ അധികം വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ പിടിക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടുണ്ട്, ഒരു കുരുമുളക് പൊടി കുറച്ചധികം കേട്ടോ ആയിട്ടുണ്ട്. അത് മതി. കുറച്ച് നമ്മുടെ സാധാ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ മോനെ കേട്ടാ, മോനും മോൻ്റെ അനിയൻ സ്വർണ്ണയും കൂടിയിട്ടാണ് നന്നാക്കിയത്. ചേട്ടൻ അനിയനും കൂടി പെട്ടെന്ന് നന്നാക്കിയിട്ടത്. ഞാൻ അവിടെ ഇതാക്കി വരുമ്പോഴേക്കും ഇതാക്കി. ബാക്കി പരിപാടികളൊക്കെ അമ്മ ചെയ്തോളൂ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വൈൻ ഇട്ടുണ്ടാകുന്ന നെല്ലിക്കില്ലേ, അതാണത്. ഭയങ്കര ടേസ്റ്റാണ്. വൈൻ കുടിക്കാൻ എനിക്ക് പറ്റില്ല, തല കറങ്ങും. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയമ്മയും ചേട്ടച്ചനും പപ്പയൊക്കെ വന്നു. ഏത് വഴി കൂടി വന്നേ? ടോള് കൊടുക്കാത്ത വഴി കൂടി വന്ന കണ്ടു മൊത്തം നോക്കട്ടെ അച്ഛാ. കുഴപ്പമില്ലല്ലേ അച്ഛ? ചെറുതായി വരുന്നച്ചാ. റിവേഴ്സ് ഗിയറിലാണ് അച്ഛൻ വയസ്സൊക്കെ. ദൈവമേ, കണ്ട കണ്ണിലേക്ക് അടിച്ചു കൊണ്ടത് അത്ര ഒരു ദിവസം. പപ്പയാണോ പറഞ്ഞ പാട്ട് തന്നെയാണോന്ന്? ഇൻസ്റ്റയിലത്തെ റീലില് ശ്രീകുട്ടന്റെ ഞാനും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട്. അതില് ശ്രീകുട്ടന്റെ ലിപ്പൊട്ടു സിംഗല്ല. അപ്പൊ അത് ശരിക്കാക്കിയിട്ട് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കാണ് കേട്ടോ ചേട്ടച്ചൻ. അങ്ങനെ പാപ്പനും മാമിന്റെ വന്നിട്ടുണ്ട്. അവരാണ് കേട്ടോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നേ. പാപ്പ ഹായ് പറയും. പാപ്പ ഇതാണ് ഞങ്ങളുടെ പാപ്പൻ, ഞങ്ങളുടെ ഇളയമ്മ. സ്വർണ്ണോ മീൻ തല എന്തിട്ട് ചെയ്ത മാമ? സാധനം 4 ആള് വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് വൃത്തിക്ക് മെനലൊക്കെ നിൽക്കണ്ടേ. അപ്പം ഞാൻ ഓടി പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ കോമളളാമയും അതുപോലെ തന്നെ ബാബുട്ടൻ പാപ്പനും. അപ്പം ഞാൻ അവർ വന്നപ്പോൾ തന്നെ ഇനി ഗസ്റ്റുകളുടെ കടന്നുകയറ്റം ഉണ്ടാവും എന്നുള്ള ആ ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ ഓടിപ്പോയി കുളിച്ച് വന്ന് കുറി തൊട്ടിരിക്കുകയാണ് കുട്ടികളെ. ഇനി നമുക്ക് പതുക്കെ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളെ ഇളാമയ്ക്ക് കാണിച്ചു കൊടുത്ത് രുചിപ്പിക്കാം. ഇളാമ ഓരോന്നോരോന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. ഇളാമ പറയൂട്ടാ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഇളാമ എന്ന് പറയുന്നത് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്ന ഇളാമമാരിൽ ഒരാളാണ് കോമള ഇളാമ, ഷീബ ഇളാമ. കുറേ ഇളാമമാരുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇളാമ തൊട്ടപ്പുറത്തെ വീടാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് താഴത്തേക്ക് കാണിച്ചു തരുന്നത് ഇളാമയുടെ വീടാണ്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പിള്ളേർ പിടിച്ച ആ മീനെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മയൊക്കെ കുളിച്ചു വന്നു. ഇളാമ ഇതൊക്കെ എന്താ പറയുക പൊന്തിച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പതുക്കെ ഷീബളാമ വന്നു. ഷീബളാമ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം സെറ്റാണ്. പിന്നെ അച്ഛനിവിടെ ഭാഗ്യൻ്റെ അച്ഛനില്ലാത്ത തന്നെ സങ്കടമൊന്നുമില്ല കേട്ടോ. ഇളയച്ചന്മാരും ഇവിടെ പാപ്പന്മാരും, അതായത് ഇളയച്ചന്മാരും പിള്ളേരും ഒക്കെ അച്ഛന് കമ്പനി കൊടുക്കും. അച്ഛൻ അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയവരുടെ അച്ഛനെ അങ്ങനെ ഏകാന്തതയൊന്നും അനുഭവപ്പെടാറില്ല ഇവിടെ വരുമ്പോൾ, ഭാഗ്യൻ കമ്പനി കൊടുത്തില്ലെങ്കിലും. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പുതിയ താരം വിസ്മയക്കുട്ടി. ഭയങ്കര ജെല്ലായിട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. നമ്മുടെ നാടിനോടും വീടിനോടൊക്കെ നമ്മളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ജെല്ലാവുന്ന ഒരാളാണ്. കുറേ നാളായില്ലേ നമ്മൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ ആ ഒരു റിലേഷൻ അത്രയ്ക്കും നല്ല ബോണ്ടിങ്ങിലായ കാരണം കൊണ്ടാന്ന് തോന്നുന്നു ആൾ പെട്ടെന്ന് നമ്മുടെ നാടൊക്കെ ആയിട്ട് ജെല്ലായി പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ഹോം സിക്നസ്സും കാര്യങ്ങളൊന്നും ഞാൻ ആളിൽ കണ്ടില്ല കേട്ടോ. വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പിന്നെ എപ്പോഴത്തെങ്കിലും വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. ഇപ്പം ആൾക്ക് ചെറിയൊരു നാണൊക്കെ ഉണ്ട് വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതൊക്കെയാണ് അനിയന്മാർ കേട്ടോ. ഏറ്റവും മൂത്ത മഞ്ഞ ഷർട്ട്
തൊട്ടിട്ടത് കനിഷ്കൻ, ഏറ്റവും മൂത്ത അനിയൻ ഭാഗ്യൻ്റെ മീൻസ് അനിയന്മാരിൽ ഏറ്റവും മൂത്ത ആളാണ്. പിന്നെ സ്വർണ്ണ, മിത്തൂട്ടൻ, വിഷ്ണു, വേറൊരു വിഷ്ണു, രാഹുൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പറയാറില്ലേ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബോയ്സ് ആണെന്ന്. എല്ലാം പോയി കാണുന്ന വീട്ടിലേക്കാണ് പോകേണ്ടത്. അങ്ങ് ദൂരെ ദൂരെ മാമലകൾക്കപ്പുറത്ത്. ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. അവര് അങ്ങനെ മാമലകൾക്കപ്പുറത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഞങ്ങള് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഒതുക്കലും അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പൊ ടാറ്റ ബൈ. ബായിയൊക്കെ പറഞ്ഞ് പോയിന്നുണ്ടെങ്കിൽ എല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നത്. ഏട്ടായി മാത്രം കഴിക്കാത്തതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭാഗ്യനും നമ്മളെല്ലാവരും കൂടിയിരുന്ന് നമ്മുടെ ചർച്ച ടൈമാണ്. നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചേച്ചിയുടെ വീട് പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യായിരുന്നു. ഞാൻ പറയാമായിരുന്നു ഒരാഴ്ച ഉണ്ട്, ഒരാഴ്ച കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.